സുൽത്താൻ ബത്തേരി നിയമനക്കോഴയിൽ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. അമ്പലവയൽ ആനപ്പാറ സ്വദേശി ഷാജിയുടെ പരാതിയിൽ 3 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളായ CT ചന്ദ്രൻ, KM വർഗീസ്, കോൺഗ്രസ് നേരത്തെ നടപടിയെടുത്ത KK ഗോപിനാഥൻ എന്നിവരാണ് പ്രതികൾ. ബാങ്ക് പ്രസിഡന്റായിരുന്ന ഗോപിനാഥൻ 3 ലക്ഷം രൂപ വാങ്ങി കബളിപ്പിച്ചുവെന്ന പരാതിയിലാണ് കേസ്. സുർജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സുർജിത്, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ. DCC ട്രഷറർ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഈ നിയമനക്കോഴ വിവാദം വലിയ തലത്തിലേക്ക് മാറുകയാണ്. ഇപ്പോൾ 3ാമത്തെ കേസാണ് പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത്. സുൽത്താൻ ബത്തേരി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പരാതി നൽകിയിരിക്കുന്നത് അമ്പലവയൽ ആനപ്പാറ സ്വദേശിയായിട്ടുള്ള ഷാജിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ 3 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളായ CT ചന്ദ്രൻ, KM വർഗീസ്, അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഈ നേരത്തെ നടത്തിയ ഇതുമായി ബന്ധപ്പെട്ട് അർബൻ ബാങ്ക് ക്രമക്കേടുമായി മറ്റ് സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു അന്വേഷണമുണ്ട്. ആ അന്വേഷണത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തി നടപടിയെടുത്ത KK ഗോപിനാഥൻ എന്നിവർക്കെതിരെയാണ് ഈ ഒരു പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. സുൽത്താൻ ബത്തേരി കാർഷിക ഗ്രാമ വികസന ബാങ്കിൽ മകന് സ്ഥിരം ജോലി നൽകാം എന്ന് പറഞ്ഞ് പണം തട്ടിയെടുത്തു, ജോലി നൽകിയില്ല എന്നുള്ളതാണ് പറയുന്നത്. ബാങ്ക് പ്രസിഡന്റായിരുന്ന KK ഗോപിനാഥൻ 3 ലക്ഷം രൂപ വാങ്ങി എന്നുള്ളതാണ്. 12 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു, 3 ലക്ഷം രൂപ നൽകി എന്നുള്ളതാണ് ഈ പരാതിക്ക് ആധാരം. ഇതനുസരിച്ചാണ് ഇപ്പോൾ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 3ാമത്തെ കേസാണിത്. നേരത്തെ 2 FIRകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. താളൂർ സ്വദേശി പത്രോസ്, പുൽപ്പള്ളി സ്വദേശി സായൂജ് എന്നിവരുടെ പേരിലാണ് നേരത്തെ കേസുകൾ രജിസ്റ്റർ ചെയ്തത്. വഞ്ചന കുറ്റത്തിലാണ് ഈ 3 FIRും ഇട്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെയുള്ള കേസിൽ പ്രതിപട്ടികയിലുള്ളത് UK പ്രേമൻ, CT ചന്ദ്രൻ, മണ്ണിൽ സക്കറിയ, ജോർജ് കുര്യൻ എന്നിവരാണ്. അതിൽ NM വിജയനും ഒരു കേസിൽ പ്രതിപട്ടികയിൽ ഉണ്ട്. മരിച്ച NM വിജയനും ഒരു കേസിൽ പ്രതിപട്ടികയിലുണ്ട്. ഇത്തരത്തിൽ ഈ പരാതിക്ക് ലഭിക്കുന്ന മുറയ്ക്ക് കേസ് FIR ഇട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനം. മാത്രമല്ല കൂടുതൽ ഈ മരണ കുറിപ്പിലുള്ള ആളുകളുടെ പേരുകളിൽ അവരെ എല്ലാം തന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കവും പോലീസ് നടത്തുന്നുണ്ട്. ശരി, സുജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകുന്നതാണ്. കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഒരു കേസ് കൂടി ഈ നിയമനക്കോഴയുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്.